നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ജീവിതത്തിൻ്റെ കുറേ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. കുറച്ച് പൈസ, കുറച്ച് സൗകര്യങ്ങൾ, സമ്പത്തും സൗകര്യങ്ങളെയും നമ്മൾ സന്തോഷമായി കാണുന്നു, അല്ലെങ്കിൽ അതാണ് ജീവിതത്തിലെ ഖൈർ. ജീവിതത്തിൽ നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥങ്ങൾ? നല്ല സുഖമാണെന്ന് പറഞ്ഞാൽ സമയത്തിന് നിസ്കരിച്ചിട്ടുണ്ട്, ഇബാദത്ത് ചെയ്യേണ്ടതൊന്നും അല്ല. ഇപ്പോൾ സുഖമാണ്, വരുമാനമൊക്കെ ഉണ്ട്, വലിയ അസുഖമൊന്നുമില്ല, അന്നാണ് ഇപ്പോൾ സുഖമാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കണത് സഹോദരങ്ങളെ, ആ ഡയമെൻഷനിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം അല്ലേ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടിണിയെക്കുറിച്ച് ഇപ്പം നമ്മൾ സഹാബത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു പല ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ദിവസവും പട്ടിണി കാരണം ചുരുണ്ട് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. ഒരാഴ്ചക്ക് പട്ടിണി കൊണ്ട് ചുരുണ്ട് കിടക്കുക അല്ലേ. സഹാബത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ വയറ്റിൽ ഒരു കല്ല്, വിശപ്പ് കാരണം ഹന്തക്കിന് കിടങ്ങ് കുഴിക്കുമ്പം തിന്നാൻ കിട്ടായിട്ട് പട്ടിണി കൊണ്ട് കിടങ്ങ് കുഴിക്കുമ്പം കല്ല് കെട്ടി വെച്ചേക്കാണ്, തുണിയും പുതപ്പൊക്കെ കെട്ടി വെച്ചേക്കാണ്. ആ സഹാബത്ത് അത് നബിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ നബി പൊന്തിച്ച് കാണിച്ചു കൊടുത്തു എന്നാണ്. 2 കല്ലാണ് അവിടെ കെട്ടിയത്, 2 കല്ലാണ് അവിടെ കെട്ടിക്കണേ. ഒരു കുറച്ച് തുണിയെ കെട്ടിയിട്ടുള്ളൂ. അതാണ് സഹോദരങ്ങൾ അള്ളാൻ്റെ റസൂല്. അത്രയും അല്ലേ ചുരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കും, പട്ടിണി കൊണ്ട് ചുരുണ്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ. ആയിഷ ബീവി പറയാണ്, ആല് മുഹമ്മദ് തുടർച്ചയായിട്ട് 3 ദിവസം ഗോതമ്പിൻ്റെ റൊട്ടി കറി കൂട്ടി തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര ദരിദ്രനായിരുന്നു അള്ളാൻ്റെ റസൂല് അല്ലേ. എത്ര ദരിദ്രനായിരുന്നു അള്ളാൻ്റെ റസൂല്. 3 ദിവസം തുടർച്ചയായിട്ട് കറിയും ഗോതമ്പ് പത്തിരി കറിയും കൂട്ടി തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരിക്കൽ പോലും ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലാണ്, ഒരിക്കൽ പോലും അള്ളാൻ്റെ റസൂല് വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് അല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു മുമ്പിൽ ഭക്ഷണം കൊണ്ടുവരികയാണ്, വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണം. അബൂ ഹുറൈറ റളിയല്ലാഹു വിങ്ങി പൊട്ടിക്കരയാണ്, വിങ്ങിപ്പൊരി. എന്തിനാ കരണ്? അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്ന്. തിന്നൽ പോട്ടെ, അള്ളാൻ്റെ റസൂൽ ഇങ്ങനത്തെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല എന്നാണ്. അതാണ് കാരണം. ഇതൊന്നും അള്ളാൻ്റെ റസൂലിൻ്റെ മക്ക കാലഘട്ടമാണ് വിചാരിക്കണ്ട. മദീന കാലഘട്ടത്തിൽ അറേബ്യയുടെ പകുതിയിലധികം ഇസ്ലാമിൻ്റെ കീഴിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നബിൻ്റെ റൂമുക്ക് വരികയാണ്. റൂമുക്ക് വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിപ്പിന്ന് എഴുന്നേറ്റ് വരികയാണ്. ആ പുറത്തിങ്ങനെ ഈത്തപ്പനൻ്റെ പരുത്ത അടയാളം അങ്ങനെ നബിൻ്റെ പുറത്ത് കണ്ടു എന്നാണ് അല്ലേ. നബിൻ്റെ പുറത്ത് കാണുകയാണ്. അപ്പോൾ ചോദിക്കണം, എന്താണ് പ്രവാചകരെ, കിസ്റ കൈസറിലെ രാജാക്കന്മാർ അവരൊക്കെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെയാണ്, അവരൊക്കെ ഭരണാധികാരികളും അവരൊക്കെ രാജാക്കന്മാരാണല്ലോ, അവരൊക്കെ എന്തെല്ലാം സുഖ സൗകര്യങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അള്ളാൻ്റെ റസൂലെ ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കിടക്കുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞൊരു മറുപടി എന്താ അറിയോ? അവർ ദുനിയാവിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മൾ ആഖിറത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യാസമുണ്ട്. നമ്മളും വ്യത്യാസമുണ്ട്. ഒരു ദുനിയാവിനെ തിരഞ്ഞെടുത്തത്, നമ്മൾ ആഖിറത്തിനെയാണ് തിരഞ്ഞെടുത്തതെന്നാണ്. മുർലാന ആ റൂമുക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ച് ബാർലി മാത്രമേ ഉള്ളൂ. ആ പണ്ടത്തെ കാലത്തെമാരി അല്ല, ഇപ്പോഴത്തെ കാലത്തെമാരി ATM ബാങ്കിലും കൊണ്ടുപോയിട്ടല്ല പൈസ ഇടുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റൂമിലും പെരിയിലൊക്കെ കാണും, എവിടെയും കൊണ്ടുപോയിക്കാനല്ല. ആ റൂമിലൊന്നുമില്ല, ബാർലി മാത്രമുള്ളത്. അള്ളാൻ്റെ റസൂൽ മരിക്കുമ്പം പടയങ്കി പണയത്തിലാണ്. അത്രയും ദരിദ്രനായിട്ട് അല്ലേ. അഹീനി മിസ്കീനൻ വാമിത്തുനി മിസ്കീനൻ, മിസ്കീങ്ങളിൽ എന്നെ ജീവിപ്പിക്കണേ, മിസ്കീങ്ങളിൽ എന്നെ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച അള്ളാൻ്റെ റസൂൽ എന്നാണ്. അള്ളാൻ്റെ റസൂൽ അങ്ങനെ സമ്പത്ത് ഇഷ്ടപ്പെട്ടിരുന്നതാണല്ലോ, കിട്ടായിട്ടല്ല, അള്ള കൊടുക്കായിട്ടല്ല, നബിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ്. സഹോദരങ്ങൾ, നിങ്ങളെല്ലാവരും മിസ്കീനാണെന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ജീവിതത്തോടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഖൈറായിട്ട് കാണുന്നതിനെ നമ്മളതിനൊക്കെ അമിതമായ പ്രാധാന്യം നൽകിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം. അതുകൊണ്ട് ആ സഹാബത്തിൻ്റെ ചരിത്രം അല്ലേ, ഉമർ റളിയല്ലാഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഉമർ റളിയല്ലാഹു പിന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്ന, ആകെ ഒറ്റ ഡ്രസ്സ്. ആരായിരുന്നു സഹോദരങ്ങൾ ഉമർ? 20 ഭൗതിക സാമ്രാജ്യത്തിൻ്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിൻ്റെയും അധിപനായി ചരിത്രം രേഖപ്പെടുത്തിയ മനുഷ്യനാണ് ഖലീഫ ഉമർ അല്ലേ. ഉമറിൻ്റെ കാലത്ത് റോമിനെ കീഴടക്കി. അതിൽ പേർഷ്യയിൽ ദൂതം വന്നൊക്കെയാണ് ആരെ കാണാൻ? ഖലീഫ ഉമറിനെ കാണാൻ. എന്നിട്ട് മദീനത്ത് വന്നിട്ട് കൊട്ടാരം അന്വേഷിക്കാണ്. അങ്ങനെ കൊട്ടാരം കാണില്ല. അവസാനം ഉമർ പള്ളി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. പള്ളി ചെന്നപ്പം അവിടുന്ന് ആരോ പറഞ്ഞു പള്ളിയിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെ വഴിയിലൂടെ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു അവിടെ മരത്തിൻ്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്, അവിടെ ഈ നേരത്ത് ചിലപ്പം കുറച്ച് നേരം കിടക്കലുണ്ടെന്ന്. അവിടെ ചെന്നപ്പം അവിടെ അങ്ങനെ മണ്ണിൽ കിടക്കുന്ന ഖലീഫ ഉമറിനാണ് അവർ കാണുന്നത്. അത്രയും അധികാരമുണ്ടായിരുന്ന, സ്വാധീനമുണ്ടായിരുന്ന ഖലീഫ ഉമർ. സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയത് അല്ലേ. ഒരു ഡ്രസ്സ് മാത്രമല്ല ഇതും പറഞ്ഞു, അതും കണ്ടം വെച്ചതാണ്.
ബൈത്തുൽ മുഖദ്ദിസ് കീഴ്പ്പെടുത്തിയ സന്ദർഭമുണ്ട്. ബൈത്തുൽ മുഖദ്ദിസ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ അതിൻ്റെ താക്കോല് കിട്ടണമെങ്കിൽ ഖലീഫ നേരിട്ട് ഹാജരാകണമെന്ന് അവിടുന്ന് അന്നത്തെ യഹൂദന്മാർ അന്നത്തെ സേനാനായകൻ അവിടെ യുദ്ധം ജയിച്ചടക്കിയ, ബൈത്തുൽ മുഖദ്ദിസ് ജയിച്ചടക്കിയ മുസ്ലിം സേനാനായകന് പോലും ചാവി കൊടുക്കൂല എന്നാണ്. ചാവി കൊടുക്കണമെങ്കിൽ നിങ്ങളെ ഖലീഫ നേരിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഖലീഫ ഉമറിനെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ക്ഷണിച്ചേക്കാണ് അതിൻ്റെ ചാവി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ആരാ പോണറിയങ്ങൾ? ഇവിടുന്ന് ഖലീഫ ഉമറും ഒരു ഭൃത്യനും ഒരു കഴുതിയും കൂടിയാണ് പോണത്. അപ്പോൾ കഴുത വളരെ വീക്കാണ്. അപ്പോൾ രണ്ടാളും കൂടി ഇരുന്നാൽ അതിന് താങ്ങൂല. അപ്പോൾ അതിന് പ്രയാസപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ഒരാൾ പോവുക, ഒരാൾ നടക്കുക. കുറച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ആൾ കയറും, മറ്റേ ആൾ ഇറങ്ങും, മറ്റേ ആളൊപ്പം നടക്കുക. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് വരെ മാറി ടേൺ വെച്ച് മാറി ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭൃത്യനും കൂടി എത്തിയെന്നാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അവിടെ എത്തിയപ്പം ഈ കുറേ സ്ഥലത്ത് 16 17 സ്ഥലത്ത് കീറി തുന്നിക്കണെന്നാണ് പറഞ്ഞത്. ആ കുപ്പായം കണ്ടിട്ട് അന്നത്തെ മുസ്ലിം സേനാ നായകന് തന്നെ ഒരു ഇടങ്ങേറ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നല്ലൊരു ഡ്രസ്സ് കൊണ്ടിട്ടിട്ടാന്ന് ചോദിച്ചപ്പോഴേ ഖലീഫ ഉമറിന് നല്ല ഡ്രസ്സുള്ളൊരു കാലുണ്ടായിരുന്നു. ഉക്കാള ചന്തയിൽ ഉമർ നടന്നൊരു കാലുണ്ട്. നല്ല ഡ്രസ്സിട്ട് നല്ല അത്തറ് പൂശി നടന്ന ഉമറിൻ്റെ അന്നത്തെ ഒരു മുഖമുണ്ട് അല്ലേ. അന്ന് ഉമറിന് എന്തുണ്ടായിരുന്നില്ല? അന്ന് ഉമറിന് പ്രതാപമുണ്ടായിരുന്നില്ല എന്നാണ്. അന്ന് ഉമറിന് നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ഉമറിന് പ്രതാപമില്ല. ഉമറിന് പ്രതാപം നൽകിയത് ഇസ്ലാമാണെന്നാണ്. അതുകൊണ്ട് ഇന്ന് ഉമറിന് പ്രതാപമുണ്ട് എന്നാണ്. ആ താക്കോല് വാങ്ങാൻ അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, അവിടെ എത്തുന്ന സമയത്ത് സത്യത്തിൽ ഈ ഭൃത്യൻ്റെ ടേണാണ്. ഈ നബി ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനാണ് ആ സമയത്ത് കഴുതൻ്റെ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴുതപ്പുറത്ത് നിൽക്കുന്നത് ഖലീഫയാണെന്നാണ് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോൾ ഭൃത്യൻ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉമർ റളിയല്ലാഹു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും സിമ്പിളായിട്ട് ഒരു സിമ്പിളായ മനുഷ്യനാക്കി ഉമർ റളിയല്ലാഹുവിനെ മാറ്റിയത് എന്താ? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങളാണ്. അങ്ങനെ മാറാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ മാറ്റമുണ്ടാക്കിയ ആ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൻ്റെയും തർബിയത്തിൻ്റെയും മാറ്റമാണ് അവരിൽ കണ്ടത്. അത് സ്വീകരിക്കാൻ അവരുടെ മനസ്സ് പാകപ്പെടും. അതിങ്ങനെ വെമ്പൽ കൊള്ളും. എന്ത് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുകയാണ് അല്ലേ. പറയണതിന് മുമ്പ് തന്നെ ചെയ്യുമോ എന്നാണ്. നീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുകളിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുതെന്ന് ഖുർആനിൽ ആയത്തിറങ്ങി അല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു എപ്പോഴും സംസാരിക്കുമ്പോൾ കുറച്ച് ഉറക്കനാണ് സംസാരിക്കുക. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സംസാരം കേൾക്കാൻ കുറച്ച് ഇടങ്ങാറാണ്, കാരണം മെല്ലെയാണ് സംസാരിക്കുക. ഉമർ റളിയല്ലാഹു എപ്പോഴും കുറച്ച് വോയിസിലാണ് സംസാരിക്കുക. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞിട്ട്. ആ ആയത്തിറങ്ങിയതിൻ്റെ ശേഷം ഉമറിൻ്റെ ശബ്ദം കേൾക്കാൻ തന്നെ പിന്നെ പ്രയാസം. അതാണ് സഹോദരങ്ങളെ, അവർ ഖുർആൻ, ആ അള്ളാഹു എന്ത് കൽപ്പിച്ചോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞോ, അങ്ങനെയാണ് അവർ മതത്തെ കണ്ടതെന്നാണ്. അങ്ങനെയാണ് അവർ ആ കൽപ്പനകളെ കണ്ടത്. അതേപോലെ തന്നെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം കാണാം. ഈ ബൈത്തുൽ മാലിൽ ഈ സമ്പത്ത് വന്ന സന്ദർഭത്തിൽ അത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കൊക്കെ വീതിച്ചു കൊടുത്തൊരു സന്ദർഭമില്ല. ഈ ബൈത്തുൽ മാലിലെ പൈസ എല്ലാവർക്കും കുറേശ്ശെ കൊടുത്തപ്പം ആ സന്ദർഭത്തിൽ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് എല്ലാ മുഹാജിറിനും കൊടുക്കണതിൻ്റെ പകുതിയാണ് മകന് കൊടുത്തത്. നമ്മളൊക്കെ എന്താ ചെയ്യുക? എന്തെങ്കിലും വകുപ്പുണ്ടാക്കി മക്കൾക്ക് തോനെ കൊടുക്കാൻ വകുപ്പുണ്ടാക്കുക നോക്കുക അല്ലേ. അങ്ങനെ പകുതി കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരു പ്രയാസം. എല്ലാ മുഹാജിറിനും കിട്ടിയതിൻ്റെ പകുതി ആർക്കുള്ളൂ? അബ്ദുല്ലാഹി ഇബ്നു ഉമറിനുള്ളൂ, മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്. അപ്പോൾ ഉമറിനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതറിയോ, എൻ്റെ കൂടെ വന്നതാണ് ഹിജറക്ക്, ചെറിയ കുട്ടിയെന്ന് വന്ന്, എൻ്റെ കൂടെ എൻ്റെ വാപ്പാൻ്റെ ഒപ്പം വന്ന കുട്ടിയായതുകൊണ്ട് അങ്ങനെ ഒന്നും കൊടുക്കണ്ടെന്ന്, പകുതി മതി. നമ്മളെന്താ കാട്ടുക? നമ്മൾ രണ്ടും വേറെ മക്കളെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും വലിപ്പം കാണിച്ച് കൂടുതൽ വാങ്ങാനാണ് നോക്കുക സഹോദരങ്ങളെ. അപ്പോൾ അതാണ് അവരുടെ തഖ്വ. ആ തഖ്വയാണ്, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് അവർക്ക് എന്ത് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു നൽകി. ഓരോ പ്രവാചകന്മാർ, ഓരോ സഹാബിയെ ഇവിടെ പറഞ്ഞാൽ തീരും. ഓരോ സഹാബിയെക്കുറിച്ചും ഓരോ ക്ലാസ്സിൽ പറയാൻ മാത്രമുണ്ട് അല്ലേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈഅത്ത് ചെയ്ത ആളാണ് അല്ലേ. അങ്ങനെ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ട് അവിടെ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തിയ ആളാണ്. 30 വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. 35 വയസ്സാകുമ്പോഴത്തേനും അദ്ദേഹം മരണപ്പെടും. ആഴ്ചയ്ക്ക് ഉഹുദ് യുദ്ധത്തിൽ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. വെറും 5 കൊല്ലാണ് സഅദ് ബിൻ മുആദ് ജീവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പറ്റി നോക്കി, അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയെന്നാണ്.
അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട് ഉഹുദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിയിട്ട് നബി കാണാതെക്കാൻ വേണ്ടിയിട്ട് പള്ളിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആക്കാനാണ്, അതായത് പള്ളിൻ്റെ ഈ സൈഡ് ഭാഗത്ത് പെട്ടെന്ന് കാണാത്ത ഭാഗത്ത് കൊണ്ടുപോയി കിടത്താനാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെയാണെങ്കിൽ എന്താ ചെയ്യുക? എല്ലാവരും കാണുന്നിടത്ത് കൊണ്ടുപോയി കിടത്തി എന്ന് പറയാം. നമ്മളിങ്ങനെ കിടക്കല്ലേ മുറിയേറ്റ് കണ്ട് എല്ലാവരും കാണാൻ വന്ന ഫോട്ടോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഇട്ട് കണ്ട് അഡിറ്റ് ചെയ്യണ്. അവിടെ വയലിന് പോയപ്പോൾ സുഞ്ഞാറന്ന് അഡിറ്റ് ചെയ്യണ്, നമ്മൾ എല്ലായിടത്തും ഇടുക ചെയ്യുക. ഇത് പള്ളിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുപോയി കിടത്തിയാൽ മതി, കാണാത്ത ഭാഗത്ത്. അപ്പോൾ ചോദിക്കണ്ടേ എന്തിനാ അവിടെ കിടത്തണമെന്ന്? എൻ്റെ രക്തം കണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സ് വിഷമിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മനസ്സ് എൻ്റെ മേത്തെ ചോര കണ്ട് വിഷമിക്കരുതെന്ന്. കാരണം അത്രയും പരിക്ക് പറ്റി, അത്രയും മുറിവേറ്റിട്ടുണ്ട്. രക്ഷപ്പെടാനാകാത്ത മുറിവുമായിട്ടാണ് അദ്ദേഹം അവിടെ ഷഹീദാണ്. നിങ്ങൾ ചോദിക്കുക പള്ളിൻ്റെ സൈഡിൽ കണ്ടെത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു എന്നാണ്. ആകാശത്തേക്ക് നോക്കി ചിരിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങി എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊണ്ടു എന്നാണ്. സഅദ് ബിൻ മുആദ് മരിച്ചപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് സാധിക്കോ സഹോദരങ്ങളെ? നമ്മളെ കൊണ്ട് പറ്റൂലേ സഹോദരങ്ങളെ? ഒരു മനുഷ്യനെ കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങിയത്. പിന്നെ മാത്രമല്ല മലക്കുകൾ വരുന്നതാണ്. ഓരോരുത്തർ മരിക്കുമ്പം അവരുടെ റൂഹ് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ വരുന്നതാണ്. അതാ മരിക്കണ മനുഷ്യൻ്റെ ദർജക്കനുസരിച്ചാണ് മലക്കുകൾ വരിക. അള്ളാഹിൻ്റെ റസൂൽ നോക്കിയിട്ട് പറഞ്ഞെന്തറിയോ, ചിരിച്ചിട്ട് പറഞ്ഞെന്തറിയോ, 75,000 മലക്കുകളാണ് സഅദ് ബിൻ മുആദിൻ്റെ റൂഹ് കൊണ്ടാൻ വേണ്ടിയിട്ട് ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നത് എന്നാണ്. ഒരു മനുഷ്യനെ കൊണ്ട് അല്ലേ 30 മുതൽ ഒരു 5 വർഷത്തെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനെ അങ്ങനെ ജീവിതം അടയാളപ്പെടുത്താൻ സാധിച്ചെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര കൊല്ലായി ഈ ഭൂമുഖത്ത് ജീവിക്കണം? 45, 50, 30, 20, 15 സഹോദരങ്ങളെ 75 കൊല്ലമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ആലോചിക്കണ്ടേ, നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആയിട്ടുണ്ടോ? സഅദ് ബിൻ മുആദ് ഇസ്ലാം സ്വീകരിച്ചിട്ട് നേരെ തൻ്റെ ഗോത്രത്തിലേക്കാണ് പോയത്. അവിടെയുള്ള മുഴുവൻ ആളുകളും അദ്ദേഹം കെലിമ ചൊല്ലിച്ചു എന്നാണ്. ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കണമെന്നവരെ ബോധ്യപ്പെടുത്തി ഒരാളല്ലാത്തൊരു മുഴുവൻ മുസ്ലിമായി എന്നാണ്. ആ ഒരാൾ പിന്നീട് വീണ്ടും ഉഹുദിൻ്റെ സമയത്ത് മുസ്ലിമായിട്ട് ഉഹുദിലേക്ക് വരുന്നുണ്ടെന്നാണ്. ആ ബാക്കിയുള്ള ഒരാൾ ഉഹുദിൻ്റെ സമയത്ത് നേരെ മുസ്ലിമായിട്ട് യുദ്ധത്തിനാണ് വരുന്നത്. എന്താണ് അദ്ദേഹത്തെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? എന്താണ്? വളരെ കുറച്ച ചെലവ് വളരെ വലിയ നേട്ടം നേടിയ മനുഷ്യൻ. കാരണം എന്താ? ഒരു നിസ്കാരം, ഒരു നോമ്പോ, ഒരു ഹജ്ജോ, ഒരു ഖുർആൻ ഒരു പേജ് പോലും ഓതാത്തൊരു മനുഷ്യൻ നേരെ ലായിലാളി നേരെ ഉതുക്ക് വന്ന് മരിച്ച് ഷഹീദായി സ്വർഗത്ത് കടന്നുപോയി. എന്താ അപ്പം അതൊക്കെ? എന്താണ് സഹോദരങ്ങൾ? അതൊക്കെ മനസ്സാണ്. അതിനൊക്കെ പിന്നിൽ ആരാണ് സഹോദരങ്ങൾ? ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. നമ്മളെത്ര കാലമായി ഇവിടെ ജീവിക്കും? നമ്മളെത്ര ആൾക്കാരോട് സഹോദരങ്ങൾ തൗഹീദ് പറഞ്ഞു അല്ലേ? നമ്മൾ ഒന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ്. വാപ്പ എളാപ്പ തെറ്റോ മൂത്താപ്പ തെറ്റോ അല്ലേ, ജാറത്തിലേക്ക് പോകരുത്, അത് ശിർക്കാണ്, അള്ളാഹു വിലക്കിയ ശിർക്കാണ് അല്ലേ. മമ്പുറത്തെ തങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് തുല്യമാണ്. എന്താ സഹോദരങ്ങളെ സംശയമുള്ളത് അല്ലേ? അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ല തൗഹീദ് എന്നത്. നമ്മളെ ജീവിതത്തെ ബാധിച്ച ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് എങ്ങനെ സാധിക്കുക? ഏതെങ്കിലും ജാറത്തിൽ മൺമറഞ്ഞു പോയ ഏതെങ്കിലും വ്യക്തിക്ക് നമ്മളെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടാൻ സാധിക്കും സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചിട്ട് വരാത്ത ഒരു നന്മ അയാൾക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? നമ്മളെ ബാധിച്ച ഒരു തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആ ജാറത്തിലെ മനുഷ്യനെങ്ങനെ സാധിക്കും? അത് സാധിക്കൂല. അത് ഹയ്യും ഖയ്യൂമുമായ ഖദീറായ ഹയ്യുൽ ഖയ്യൂമായ എല്ലാം അറിയുന്ന എല്ലാം നിയന്ത്രിക്കുന്ന മുദബ്ബിറായ ഖാലിഖായ ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതാണ് തൗഹീദ്. അതവിടെ കൊണ്ട് അത് പറയുമ്പം സഹോദരങ്ങളെ കുടുംബക്കാർ തെറ്റും അല്ലേ? ഞാനെങ്ങനെ പറയാം? ഭിന്നിപ്പുണ്ടാക്കണോൻ, ഫിത്ന ഉണ്ടാക്കണോൻ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണോ എന്ന് പറയും. സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിത്നക്കാരൻ, കുഴപ്പക്കാരൻ, ഈ സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കിയവൻ അല്ലേ? ഇതൊക്കെ ഇത് പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയ ആക്ഷേപമാണത്. ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും അവർ ഭയപ്പെട്ടിട്ടില്ല എന്നാണ്. അതാണ് സഹോദരങ്ങളെ സഹാബത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പാനെ യുദ്ധത്തിൽ സ്വന്തം വാപ്പാനെ കൊല്ലുക, സ്വന്തം മക്കളെ കൊല്ലുക, ഇതൊക്കെ ആലോചിക്കാൻ പറ്റുമോ? അതൊക്കെ ആര്? അറബികളാണ് അല്ലേ? ഒരു സ്വന്തം ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടി വരെ യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ. അവർ വാപ്പാനൊക്കെ അത്രയും ഇപ്പം എനിക്ക് ഓർമ്മ എന്താ പറയുക, കഴിഞ്ഞ് അവർ വാപ്പാനൊക്കെ ഭയങ്കരമായിട്ട് ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് അറബികൾ. പണ്ട് ജാഹിലിയ കാലത്തെ അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഗൾഫിൽ പോയി സന്ദർശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അറബിയുടെ ഒരു പോരീശ പറഞ്ഞുതരാം എനിക്ക്. അദ്ദേഹത്തിൻ്റെ അറബിൻ്റെ ഒരു മഹത്വം പറഞ്ഞുതരാം. എന്താ അറിയോ? എൻ്റെ അറബി ഭയങ്കര നല്ലവനാണ്, ചെറുപ്പക്കാരനാണ്, എൻ്റെ ഭയങ്കര നല്ലവനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, ആ നന്മക്കുള്ള ഒരു ഉദാഹരണം എന്താ പറയുക?
ഓൻ്റെ ഒരു ബാപ്പുണ്ട്, കുറച്ച് വയസ്സൊക്കെ കഴിക്കണ്, ഭയങ്കര ദേഷ്യവും ഭയങ്കര ചൂടാകലുണ്ട്, ഭയങ്കര ചൂടനുമാണ്, ദേഷ്യക്കാരനുമാണ്. അപ്പോൾ ഓൻ്റെ പെരീക്കിൻ്റെ ഒരു പണി, കേസിൻ്റെ എന്തോ ഒരു പണിക്ക് പറഞ്ഞയച്ചു. മകൻ അറബി, മകൻ്റെ പെരീക്ക് ഓൻ്റെ അറബിൻ്റെ പെരീക്ക് പണിക്ക് പറഞ്ഞച്ചു. അപ്പോൾ അവിടെ എൻ്റെ വാപ്പ ഉണ്ടാവും. വാപ്പ പണിയെടുക്കുന്നിടത്തേക്ക് വരും. ഓൻ പറയാണ് വാപ്പ പണിയെടുക്കുന്നിടത്തേക്ക് വരും. എന്നിട്ട് അന്നങ്ങനെ ചീത്തറിയും, ഇത് ചെയ്ത് ശരിയായിട്ടില്ല, ഈ വയറങ്ങട്ടാണ്, ഈ വയറങ്ങട്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഉണ്ടല്ലോ എൻ്റെ വാപ്പാനോട് ഒന്നും തോന്നരുത്, എനിക്ക് എൻ്റെ വാപ്പാനോട് എനിക്കൊന്നും തോന്നരുത്. എനിക്ക് എപ്പോൾ എൻ്റെ വാപ്പാനോട് ദേഷ്യം വരുന്നുണ്ടോ അപ്പോൾ ഈ ഫോൺ എടുക്കുക, എന്നെ വിളിക്കുക, എന്നെ ചീത്തറിഞ്ഞോണ്ടി. ഇത് നാളെ പരലോകത്തേക്ക് വെക്കരുതിട്ട്. എൻ്റെ വാപ്പാൻ്റെ സ്വഭാവമാണ് അങ്ങനെ. വാപ്പാനെ സ്നേഹിക്കണവരാണ് അറബികൾ. നിങ്ങൾ സ്നേഹിക്കുമോ? എൻ്റെ വാപ്പുണ്ട്, ആ തന്ത അങ്ങനെ തന്നെ നമ്മൾ പറയാം. നമ്മളവന് പണിക്കിടുമ്പോൾ എന്താ പറയുക, ഒരു തന്ത ഉണ്ടാവും അവിടെ, എൻ്റെ വാപ്പയാണ്, പണ്ടൊന്നും കാലം കാട്ട അലമ്പാണ്, അതുകൊണ്ട് കേട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറയാം. എന്താ പറഞ്ഞത്, എൻ്റെ വാപ്പുണ്ട് അവിടെ, അയാൾ കുറച്ച് റോങ് ആയിട്ട് പറയും, പക്ഷേ ഉണ്ടല്ലോ അത് അങ്ങനെ മുപ്പര സ്വഭാവമാണ്, ഇത് കാര്യമാക്കരുത് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ദേഷ്യം വരെ അപ്പം എന്നെ വിളിച്ചാൽ ചീത്തറിയാം. അത്രയും സ്നേഹമുള്ളവരാണ് അവർ. ഞാൻ പറഞ്ഞത് അങ്ങനെ ജാഹിലിയ അറബികൾ വാപ്പാക്കും വേണ്ടി യുദ്ധം ചെയ്യണവരാണ്. ആ വാപ്പാനെ എതിർപക്ഷത്തുനിന്ന് കൊല്ലുക, അതിനെങ്ങനെ സാധിക്കുക സഹോദരങ്ങളെ? ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്തു. ആരാണ് ഖാലിദ് ബിൻ വലീദ്? ഉഹുദിൽ മുസ്ലിങ്ങളെ സർവനാശത്തിന് കാരണമായ മനുഷ്യനാണ്. നമ്മളെ പേര് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്നാ പറയാ. 70-ലധികം സഹാബികൾ ഉഹുദിൽ കൊല്ലപ്പെട്ടു. ആരുടെ തന്ത്രമാണ്? ഖാലിദ് ബിൻ വലീദിൻ്റെ തന്ത്രമാണ്. അവിടെ കിടങ്ങിലിങ്ങനെ തോൽക്കുകയാണെന്ന് കണ്ടപ്പം അപ്പം തന്നെ മണ്ടി കഴിച്ചിലായി. എന്നിട്ടൊരു താഴ്ന്ന സ്ഥലത്ത് കിടങ്ങിൽ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അള്ളാൻ്റെ റസൂല് ആ അമ്പ് ചെയ്യാൻ വേണ്ടി നിർത്തിയ ആളുകളൊക്കെ ആ കൽപ്പന ലംഘിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ചാൻസ് കിട്ടിയപ്പോൾ തിരിച്ചടിച്ചു. അത് ഖാലിദ് ബിൻ വലീദിൻ്റെ യുദ്ധതന്ത്രമാണ്. മൂന്നാളുകളാണ് ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് നാശം ഉണ്ടാക്കിയത്. ഒന്ന് ഖാലിദ് ബിൻ വലീദ്, 2 ഇക്രിമ ബിൻ അബൂ ജഹൽ, 3 അബൂ സുഫിയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 70 സഹാബികളാണ് ഷഹീദായത്. അള്ളാൻ്റെ റസൂലിൻ്റെ മുഖത്താണ് മുറിവേറ്റത്, പല്ല് പൊട്ടി അല്ലേ. ആ തലയോട് അതിൻ്റെ ഹെൽമെറ്റിൻ്റെ 2 ആണികൾ കവിളിൽ ആഴ്ന്നിറങ്ങിയതാണ്. അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹാബി വന്നിട്ട് പല്ലുകൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രം നമ്മൾ സീറയിൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ണ് നനഞ്ഞ് കുതിരുങ്ങളെ, താടി രോമത്തിലൂടെ കണ്ണീര് വരുങ്ങളെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് ആഴ്ന്നിറങ്ങിയ ആണി ഒരു സഹാബി വലിച്ചിട്ട് ഊരിയപ്പോൾ ആ സഹാബിൻ്റെ മുന്നത്തെ പല്ലിന് ചാടിപ്പോയി എന്നാണ്. ആണിൻ്റെ കൂടെ പല്ലുണ് പോകുന്നു. അപ്പോൾ ആണി എത്ര ആഴത്തിലായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാകുക? 2ാമത്തെ ആണി ഊരിയപ്പോൾ 2ാമത്തെ പല്ലും പോയി എന്നാണ്. 2ാമത്തെ പല്ലും പോയി. അത്രയും മുറിവേറ്റ നബിയുടെ മുഖത്ത് മുറിവേറ്റ, നബിയുടെ പല്ല് പൊട്ടിയ അല്ലേ. നബിക്ക് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു 24 വലിയ മുറിവുകളായിരുന്നു എന്നാണ്. വലത് കൈ പിന്നെ പൊന്തിയിട്ടില്ല എന്നാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ വലത് കൈ പിന്നെ പൊന്തിയിട്ടില്ല എന്നാണ്. കാലാകാലം അത് ഡാമേജ് കിടക്കുന്നു. അള്ളാൻ്റെ റസൂലിനെ സംരക്ഷിച്ച്, കാരണം അള്ളാൻ്റെ റസൂലിന് വന്ന വെട്ടും കുത്തൊക്കെ നേരെ മൂപ്പരാണ് ഏറ്റെടുത്ത്. ആ ദേഹത്ത് ഒരു അടയാളമില്ലാത്ത ഭാഗം കാണാൻ പറ്റില്ല എന്നാണ് ആ ഊഹുദിലേറ്റ മുറിവിൻ്റെ വലുപ്പമാണ്. വിരലുകൾ ചിലത് നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. വലത് കൈയിൻ്റെ സ്വാധീനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാണ്. ത്വൽഹ റളിയല്ലാഹു നടന്നു പോകുമ്പോൾ അള്ളാൻ്റെ റസൂൽ പറയുന്നതറിയോ, ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ കാണണമെങ്കിൽ കണ്ടോളി എന്നാ പറയാം. ജീവിച്ചിരിക്കുന്ന ഷഹീദിനെ സ്വന്തം ശരീരം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഡിഫെൻഡ് ചെയ്തവരാണ് അവർ. അതാണ് സഹോദരങ്ങളെ സഹാബത്ത്. ആ ത്വൽഹ റളിയല്ലാഹു അൻഹു, ആ ഉഹുദ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഉഹുദിൽ അത്രയും മുസ്ലിങ്ങൾക്ക് പരിക്കേൽപ്പിച്ച ആ 3 ആളുകൾ ഒരുന്ന് സ്വർഗത്തിലാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇക്രിമ ബിൻ അബൂ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. കൊന്നവരും കൊല്ലപ്പെട്ടവരും സ്വർഗത്തിൽ. ഇതെന്താ സഹോദരൻ, ഇതിൻ്റെ ലോജിക്ക് എന്താ? കൊന്നവരും കൊല്ലപ്പെട്ടവരും സ്വർഗത്തിൽ പോവുക. ഈ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ആലോചിച്ചാൽ മതി. ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ കുറേ ഉണ്ടാക്കണമെന്നോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇപ്പം അവസ്ഥ? സ്വന്തം മക്കളെയും സ്വന്തം വാപ്പാനെയൊക്കെ ബദറിൽ ഊതിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊക്കെയാണ്. പിന്നെ ജീവിച്ച ഈ ഇത്രയും നാശങ്ങളും പരിക്കുണ്ടാക്കിയ അംസാർ റളിയല്ലാഹു അൻഹു. ആരാണ് അംസാർ റളിയല്ലാഹു അൻഹു? അബൂജഹൽ അള്ളാൻ്റെ റസൂലിനെ അങ്ങോട്ട് അടിച്ചിട്ട് മുറിവേൽപ്പിച്ച് രക്തം വരെ വന്നു. അള്ളാൻ്റെ റസൂലിനെ എന്ന് അടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിനാണ് അടിച്ചത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് അള്ളാൻ്റെ റസൂലിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. അംസാർ റളിയല്ലാഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. അംസാർ റളിയല്ലാഹു ഏതോ യാത്രക്ക് കഴിഞ്ഞ് വരുമ്പോൾ വിവരം കിട്ടി, അങ്ങാടിയിൽ നിന്ന് വിവരം കിട്ടി, മുഹമ്മദിനെ അബൂജഹൽ നല്ല പൂസിക്കണ്.
നേരെ പോവാണ് അബൂജലിൻ്റെ അടുത്തേക്ക്. കയ്യിലുണ്ടായിരുന്ന അമ്പുമ്പിലിൻ്റെ ആ വില്ലോണ്ട് അബൂജലിൻ്റെ മണ്ടക്കാണ് ആദ്യം കൊടുത്ത്. എന്നിട്ട് എന്താ മുഹമ്മദിനെ കാട്ടിയെന്ന് ചോദിച്ച്. എന്താണ് മുഹമ്മദിനെ കാണിച്ചത് ചോദിക്കാനും പറയാൻ ആരില്ല എന്ന് വിചാരിച്ചോ? അതുകൊണ്ട് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാണ് അവനെ ഉപദ്രവിച്ചതെങ്കിൽ ഞാനും ഇതാ പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. വിശ്വസിച്ചിട്ടൊന്നല്ല, അപ്പം അങ്ങനെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെയാണ് വിശ്വസിച്ചത്. സഹോദരങ്ങൾ, അതാണ് അംസാർ. ആ അംസാർ അള്ളാഹുവിനെയാണ് ഉഹുദിൽ കൊന്നത്, ഉഹുദിൽ ഷഹീദായത്. എത്ര ദേഷ്യമുണ്ട്, എത്ര സങ്കടം ഉണ്ടാവും നബിക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ? ആ വയസ്സിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെട്ടു എന്നാണ്. പക്ഷെ വയസ്സി മുസ്ലിമായി, കൽപ്പന വന്നു നോക്കണം എന്ന്. അങ്ങനെ മുഖം തിരിക്കാൻ പാടില്ല എന്ന് കൽപ്പന വന്നു. വയസ്സി മുസ്ലിമായി അല്ലേ? മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചു. എന്താ ഇതിൻ്റെ ലോജിക്ക് സഹോദരങ്ങളെ? കൊന്നോരും കൊല്ലപ്പെട്ടവരൊക്കെ സ്വർഗത്ത് പോവുക, ഒരേ സ്വർഗത്തേക്ക് എല്ലാവരും പോവുക. എന്താ ഇതിൻ്റെ ലോജിക്ക്? ഇതിൻ്റെ ലോജിക്ക് എന്താ നിങ്ങൾ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിന് അത്രയും മഹത്വമുണ്ട്. ചെയ്ത പാപങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. അത്രയും കാരുണ്യവാനാണ് അള്ളാഹു. തെറ്റ് മനസ്സിലാക്കി തിരിച്ചു നടന്നാൽ, തൗബ ആത്മാർത്ഥമാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിലൊരു ഖേദമുണ്ടായാൽ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അത് അസത്യമാണല്ലോ, സത്യം ഇതാണല്ലോ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കാൻ ഒരാൾ തയ്യാറായാൽ സകലതും അള്ളാഹു പുറത്തു തരും. അതുകൊണ്ടല്ലേ ഖാലിദ് ഇബ്നു വലീദ് സ്വർഗത്ത് പോണ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇങ്ങനെ കുറേ ആലോചിക്കണ്ട. പടച്ചോന്തൊക്കെ പറഞ്ഞ നിങ്ങൾ നമ്മൾ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ ഇപ്പോൾ മരിച്ചോലും കൊന്നോരൊക്കെ സ്വർഗത്തിൽ? അത് പടച്ചോൻ്റെ ലോജിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും മഹത്വമുണ്ട്. ആരാണ് ഈ ദീൻ സത്യപ്പെടുത്തുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് മാത്രമാണ് ഈ ജീവിതം. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഈ കൽപ്പനകൾ, അതായത് ഈ ദീൻ, അതാര് ജീവിതം കൊണ്ട് സത്യപ്പെടുത്തുന്നോ, ആ സത്യപ്പെടുത്തുന്നതിൻ്റെ ഒരു തോത് അല്ലേ? ഏറ്റവും നല്ല രൂപത്തിൽ ആരാണോ സത്യപ്പെടുത്തുന്നത്, സത്യപ്പെടുത്താൻ എല്ലാവർക്കും പറ്റും. ആ സത്യപ്പെടുന്നതിനൊരു ദറജയൊക്കെ ഉണ്ട്. അതാരാണോ അല്ലേ? ഇപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാം? മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ? ഒരു പേരുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വെള്ളിയാഴ്ച പള്ളിയൊക്കെ വരും അല്ലേ? മരിച്ച മോനെ നമ്മൾ മറയും, നമ്മൾ ഖബർസ്ഥാനിലേക്ക് ഓനെ കൊണ്ടുപോകും. ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ. പക്ഷെ മുഅ്മിൻ എന്ന് പറയുമ്പോഴോ നമ്മൾ ഇതിലായിട്ട് പറഞ്ഞത് ദീനിൻ്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്, നമ്മളെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഒരു മുസ്ലിം പറഞ്ഞാൽ ഓന് പേര് മുസ്ലിം ഉണ്ട് അല്ലേ? ഓൻ മുസ്ലിം കുടുംബത്തിൽ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഓന് പേര് മുസ്ലിം ഉണ്ട്. ഓനെ മരിച്ചാൽ നമ്മളെ ഖബർസ്ഥാനക്ക് എന്തായാലും കൊണ്ടുവരും. ഇപ്പോൾ സ്കെച്ചിട്ടില്ലെങ്കിലും നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും ഓനെ നമ്മൾ അവിടെ മറയും. മുഅ്മിൻ എന്ന് പറയുമ്പോഴോ സഹോദരങ്ങളെ, മുഅ്മിൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നല്ലോനെ പറയാം, വിശ്വാസമുള്ളവനാണ്. കുറച്ച് പള്ളിയൊക്കെ വരുന്ന നല്ല ഒരാളെ, ഒരു മുത്തക്കയായ നമുക്ക് തോന്നുന്ന ഒരാളെ നമ്മൾ മുഅ്മിൻ എന്ന് പറയുള്ളൂ. പക്ഷേ മുഹ്സിൻ എന്ന് പറഞ്ഞാലോ അത് അതിൻ്റെ മേലെയാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ് എന്നെ കാണില്ലെങ്കിലും, ഞാൻ അള്ളാഹിനെ കാണില്ലെങ്കിലും അള്ളാഹ് എന്നെ കാണുന്നുണ്ട്. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അള്ളാഹിനെ കാണില്ലെങ്കിലും അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അള്ളാഹ് എന്നെ കാണുന്നുണ്ടുള്ള ബോധം അതൊരാൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഓൻ ഇഹ്സാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഓൻ മുഹ്സിനാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കുറച്ച് മേലുള്ള ലെവലാണ്. ഇപ്പോൾ സഹോദരങ്ങളെ, ആ ഒരു ദറജയിലേക്ക് അല്ലേ, അവർ മുഹ്സിനീങ്ങളായിരുന്നു. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നു. അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെയായാൽ എന്നതിനെക്കുറിച്ച് അവർ ലജ്ജിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ ലജ്ജല്ല. പടച്ചോൻ കാണുന്നുണ്ടല്ലോ, പടച്ചോൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന ഒരു ലജ്ജ സഹോദരങ്ങളെ നമുക്ക് ഈ വിഷയത്തിലില്ലാതെ പോയി എന്നുള്ളതാണ്. നമ്മൾ സഅദ് ബിൻ മുആദിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് വായിച്ചപ്പോൾ ഏറ്റവും എന്നെ സ്വാധീനിച്ചൊരു പോയിൻ്റ് എന്താ നിങ്ങൾ, ഈ ബദർ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ് ബദർ ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുമ്പം അപ്പുറത്ത് വലിയ ആരവാണ്. നമുക്കറിയാം അവിടെ ആയിരക്കണക്കിന് 1000 ആളുകളാണ് ബദറിൽ ഒരു വന്നുകൾ, ഒരു വൻ പ്രിപ്പറേഷനിലാണ് വന്നുകൾ. എല്ലാ സർവ്വസന്നാഹങ്ങളും, പാട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ്, എല്ലാ സെഷനും ഉണ്ട്. ഒരു ഫുൾ പ്ലാൻഡായിട്ട് വന്ന ആൾക്കാരാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് വളരെ ദുർബലരായ മദീന കാലഘട്ടത്തിൽ മദീനയിൽ തുടക്കത്തിൽ വന്ന ആളുകളാണ്. അവർ എന്താണ് മദീനയിലേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് വരുന്നുള്ളൂ. കുറേ പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ ആ വലിയ സൈന്യത്തെ ഇങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി മുആദിനോട് ചോദിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ സാധാരണ പറയല്ലോ, നമ്മളപ്പോൾ ഒരാൾ തല്ലാൻ നോക്കണം, അവിടെ 10-15 ആൾക്കാർ ഇങ്ങനെ തടി മുടുക്കിയിട്ട് നിൽക്കുമ്പം നമുക്ക് തോന്നും ഇവിടെ തല്ലാതെ പോകുക നല്ലതെന്ന് തോന്നൂലേ? അപ്പോൾ നമ്മൾ കൊണ്ടുവന്നോനെ എന്താ പറയുക, വല്ലാത്തൊരു പിടുത്തമുള്ള പിടുത്തിക്കണെന്ന് പറയില്ല നമ്മൾ. അങ്ങനെ പറയുമോയെന്ന് മുആദിനോട് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ മുആദിനോട്. അപ്പം സഅദ് ബിൻ മുആദ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അത് വല്ലാത്തൊരു മറുപടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനസ്സാണ് കാണിക്കുന്നത്. എന്ത്? മൂസ ഇജും എൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് മൂസായുടെ അനുയായികൾ പറഞ്ഞ പോലെ അള്ളാൻ്റെ റസൂലെ ഞങ്ങൾ പറയില്ല എന്നാണ്.
നിങ്ങളൊരു സമുദ്രത്തിൽ ഊടിയിട്ടാൽ നിങ്ങളെ പിന്നാലെ ഞങ്ങളും ഊടിയിടുന്നാൽ, നിങ്ങളൊരു മലൻ്റെ മേലെ കയറിയാൽ ഞങ്ങളും കയറുന്നതാണ്. ജി എൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് മൂസായുടെ അനുയായികൾ മൂസാനോട് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളോട് ഞങ്ങൾ ഒരിക്കലും പറയില്ല എന്നാണ്. ആ ധൈര്യമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സാധ്യത. വല്ലാത്തൊരു അതൊക്കെ ആ സമയത്ത് വെറുതെ പറയല്ല, ഇതൊക്കെ ആ നേരത്ത് അതിൻ്റെ മുമ്പിൽ മരണത്തെ ഇങ്ങനെ കാണുമ്പോൾ അത്രയും ആൾക്കാർ, നിങ്ങൾ ആഴ്ചയിൽ 10-15 ആൾക്കാർ നല്ല തടിമുൾക്കാർ തല്ലാൻ വന്ന് ഇങ്ങനെ വടിയും കത്തിമ്പാളായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ നേരത്തെ പറയാൻ പറ്റുക എന്നുള്ളത് അതൊരു ഈമാൻ തന്നെയാണ്. അതൊരു ഈമാനം തന്നെയാണ് സഹോദരങ്ങളെ. അതാണ് സഅദ് ഇബ്നു മുആദ്. അതുകൊണ്ടാണ് അർശ് കുലുങ്ങിയത്, അർശ് പ്രകമ്പനം കൊണ്ടത് അതുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് 75,000 മലക്കുകൾ, അതുകൊണ്ടാണ് 70,000 മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ ഓരോ സഹാബിയുടെ ചരിത്രവും വലിയ വലിയ മാറ്റമാണ് അല്ലേ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായ സഹാബിയാണ്, അത്ര വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പല സന്ദർഭങ്ങളിലും യാ മുആദ് ലഇന്നി ഉഹിബ്ബു, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മുആദിൻ്റെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് അല്ലേ. മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ അത് മുആദ് ബിൻ ജബലാണെന്ന് പലപ്പോഴും സഹാബികൾ പറയുമായിരുന്നു എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അത്രയും ഇൽമു പഠിച്ച ആളാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു 20 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 20-ന് താഴെയാണ് നബി മരിക്കും അദ്ദേഹത്തിൻ്റെ പ്രായം. അഖബ ഉടമ്പടി നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വെറും 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവസാന ശ്വാസം വരെ അള്ളാഹുവിൻ്റെ റസൂലിനെ സംരക്ഷിക്കുമെന്ന് കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്ത വ്യക്തിയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഫുൾ ടൈം നബിയുടെ കൂടെയാണ് മൂപ്പർ നടത്തിയത്. എന്തിനാ വെച്ചാൽ ആ ഉടമ്പടി കൈവച്ചല്ലോ, നബിനെ സംരക്ഷിക്കുമെന്ന് ആ ഉടമ്പടി കൊടുത്തോണ്ട് മൂപ്പർക്ക് പേടിയെന്നു നബിനെ വിട്ടുപിരിയാൻ. ആരെങ്കിലും നബിനെ എന്തെങ്കിലും ചെയ്യുമോ, എനിക്കൊരു ബാധ്യതയല്ലേ എന്ന് നബിയുടെ കൂടെ നടന്നാണ്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തന്നെ യമനിലേക്ക് അയക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ. യമനിലേക്ക് പോയിട്ട് അവിടെയുള്ള ആളുകളോട് ഇസ്ലാം പറയണം, ഇസ്ലാം അല്ലേ, ഈ ഇസ്ലാമിൻ്റെ മെസ്സേജ് യമനിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുആദ് ബിൻ ജബലിനെ അയക്കാണ്. നീ അവിടെ ചെല്ലണം, എന്നിട്ട് അവരോട് എന്ത് പറയണം, അവരോട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവരത് അംഗീകരിച്ചാൽ നീ അവർ 5 നേരത്തെ നമസ്കാരം അവരെ കൽപ്പിക്കണം. അതവർ അംഗീകരിച്ചാൽ അവരുടെ സമ്പത്ത്, അവരുടെ ധനികരിൽ നിന്ന് സക്കാത്ത് പിടിച്ചിട്ട് അവരുടെ പാവങ്ങൾക്ക് കൊടുക്കണം അല്ലേ. അവരോട് നോമ്പ് നോൽക്കാൻ പറയണം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നോമ്പ് ആ സമയത്തുണ്ടൊക്കെ അല്ല, നോമ്പ് ആ കൽപ്പനയും കാണില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുആദ് ബിൻ ജബൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു കാര്യം കൂടി പറയണ്ടേ, മുആദേ ഒരു ഉപദേശം, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നീ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും കടന്നു പോകുക എന്ന് മുആദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ പറയണം. ആലോചിക്ക്, തിരിച്ചു വരുമ്പം നബി ഉണ്ടാവില്ലാന്ന് എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ആയിരിക്കും മുആദേ തിരിച്ചു വരുമ്പം നീ വരിക എന്ന് മുആദ് ബിൻ ജബലിനെ യാത്ര അയക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പിടിച്ച് പറയാണ്. അവസാനം പ്ലേഗ് വന്നിട്ടാണ് മുആദ് മരിക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് പ്ലേഗ് പിടിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൈയും ആദ്യം ഒരു വലിയ മുറി ഉണ്ടായി, പിന്നെ അത് വലുതായി. അങ്ങനെ ആ പ്ലേഗ് ബാധിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 3 കാര്യങ്ങളിലല്ലാതെ മുആദ് ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. 3 കാര്യങ്ങളിലാണ് മുആദ് ദുനിയാവിനെ സ്നേഹിച്ചത്. ആലോചിക്ക്, ആ 3 കാര്യങ്ങൾ. ഒന്നറിയാം, ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പ് അന്ന് മുആദിന് ദുനിയാവിന് ഇഷ്ടമായിരുന്നു എന്നാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ അല്ലേ? നമ്മളെപ്പോഴും നോക്കുക നോമ്പ് വരാനാവുമ്പോഴേ നോക്കുക പകലെത്ര നീളുണ്ട്, സുബയ്യപ്പള സൂര്യസ്തമിക്കണപ്പള, കാരണം എത്ര നീളുണ്ടെന്ന് നോക്കുക, പിന്നെ ചൂടെത്ര ഉണ്ടെന്ന് നോക്കുക. നമ്മളതാ നോക്കുക സഹോദരങ്ങൾ. ഇതാക്കി ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പാണ്, ഏറ്റവും ചൂടുള്ള ദിവസങ്ങളിലെ നോമ്പാണ് ദുനിയാവിൽ മുആദ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. കാരണം അതാണ് അവരിഷ്ടപ്പെട്ടത്. പിന്നെ രാത്രി നിസ്കരിക്കുമ്പോൾ ദുനിയാവിനോട് ഇഷ്ടമുള്ളത് 3 നേരമാണ് മൂപ്പർക്ക് ഉണ്ടായത്. ഈ ദുനിയാവിനെ മൂപ്പർ ഇഷ്ടപ്പെട്ടത് ഒന്ന് രാത്രി നമസ്കാരത്തിൻ്റെ സമയത്ത്, മൂന്നാമത്തെ എന്താ പറയുക, നിങ്ങൾ അറിവിൻ്റെ സദസ്സിലിരിക്കണമോ, ഖുർആനും ഹദീസുമാകുന്ന അള്ളാഹുവിൻ്റെ വഹി വിളമ്പിനോടുത്തിരിക്കുമ്പോഴാണ് മൂപ്പർക്ക് ഏറ്റവും ദുനിയാവിനോട് ഇഷ്ടമുണ്ടായിരുന്നത്. ഈ മൂന്ന് സന്ദർഭങ്ങളിലല്ലാതെ മുആദ് ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കുള്ള പാഠം എന്താ സഹോദരങ്ങളെ? നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയില്ലേ, ഒരു ചെറിയ ദീനിൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും, ദുനിയാവിൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നാണ്. ദീനിൻ്റെ വലിയ കാര്യങ്ങൾക്ക് ദുനിയാവിൻ്റെ ചെറിയ കാര്യങ്ങൾ തടസ്സം പറയുന്ന നമ്മളെങ്ങനെയാണ് സഹോദരങ്ങളെ സഹാബത്ത് പോയ സ്വർഗത്തിൽ പോവുക? എങ്ങനെ പോവുക? അതാണ് അവർ റളിയല്ലാഹു അൻഹു അല്ലേ,
ചിലപ്പോൾ അങ്ങനെ തോന്നും നമ്മളൊക്കെ ആ കാലത്ത് ജനിച്ചാൽ മതിനും, എന്നാൽ നമുക്കൊരു ഉമറും അബൂബക്കറൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു പക്കത്ത് കൂടെ പോകേനു എന്നൊക്കെ ചിലപ്പോൾ അങ്ങ് തോന്നാറുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പോയി നമ്മൾക്ക് ആ മനസ്സില്ല അല്ലേ? അവർ വ്യത്യാസമുണ്ട്. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ അർഹനാണ്. അതവരുടെ മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.